ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇത് ഇന്നലെ ഉച്ച തിരിഞ്ഞ് എണീറ്റിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. സുടുമോനപ്പോൾ ഇന്നലെ ഒരു 5:30 ആയിട്ട് കേട്ടോ എണീറ്റപ്പോൾ. സുടുമോൻ ഉച്ചയ്ക്ക് കിടന്നുറങ്ങി ഒരു 1:30 കൂടി കിടന്നുറങ്ങിയിട്ട് പിന്നെ ഒരു 5:30 എണീക്കാനായിട്ട് നേരം വൈകിപ്പോയി. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴേക്കും സുടുമോനെ എണീറ്റ് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും വിളക്ക് വയ്ക്കാനുള്ള നേരമായി കേട്ടോ. അപ്പോൾ ഞാൻ സുടുമോനവിടെ വിളക്ക് വയ്ക്കുന്ന സമയത്ത് ഞാനപ്പോൾ വീൽ ചെയറിൽ കൊണ്ട് ഉമർത്തിരുത്തു കേട്ടോ. സുടുമോൻ അപ്പോൾ വീൽ ചെയറിൽ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വിളക്കൊക്കെ കത്തിച്ച് ഞാനപ്പോൾ ഉമ്മർത്തേക്ക് കൊണ്ടുപോയിട്ട് സുടുമോനപ്പോൾ ഒന്ന് പ്രാർത്ഥിച്ച് സുടുമോനൊന്ന് തൊഴിച്ചിട്ടൊക്കെയാണ് പിന്നെ ഞാൻ അവന് ഭസ്മൊക്കെ തൊട്ട് കൊടുത്ത് ഞാൻ. അപ്പോൾ ഇന്നലെ അത്ര എണീറ്റപ്പോൾ അത്രയ്ക്ക് ഉഷാറങ്ങോട്ട് ആയിരുന്നില്ല കേട്ടോ. സുടുമോനൊക്കെ നല്ല രീതിയിൽ ഫിക്സ് ഉണ്ടായി ഇന്നലെ എണീറ്റപ്പോൾ തൊട്ട്. അപ്പോൾ ഞാൻ അവനെ വിളക്കൊക്കെ വെച്ച് എനിക്ക് തോന്നി അവൻ അത്ര അത് അങ്ങോട്ട് അവന് ഇരിക്കാനായിട്ട് വീൽ ചെയറിലും ഇരിക്കാനായിട്ട് അങ്ങോട്ട് അധികം പറ്റണില്ല. അപ്പോൾ ഞാൻ വിളക്കവിടെ വെച്ച് പ്രാർത്ഥിച്ചു കേട്ടോ. സുടുമോന് അങ്ങനെ തൊഴിക്കാനായിട്ട് ഞാൻ നോക്കി, പക്ഷേ സുടുമോനെ ഞാൻ തൊഴിച്ചു. അപ്പോൾ സുടുമോനെ വിളക്കിൻ്റെ തിരിയൊക്കെ കത്തുന്നതൊക്കെ ഇങ്ങനെ നോക്കണം കേട്ടോ. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ച് ഇങ്ങനെ കണ്ണടച്ച് നിന്ന് കഴിഞ്ഞപ്പോഴേക്കും സുടുമോൻ അങ്ങോട്ട് കുഞ്ഞു കേട്ടോ. അങ്ങനെ ഇരിക്കാനായിട്ട് തീരെ പറ്റണില്ല എന്ന് എനിക്കപ്പോൾ മനസ്സിലായി. അപ്പോൾ ഞാൻ അധികം നേരം പിന്നെ ഞാൻ അവനവിടെ ഇരുത്തിയില്ല കേട്ടോ. അവനങ്ങനെ ഇരിക്കാൻ പറ്റാണ്ടാകുമ്പോൾ നമ്മൾ പിന്നെ അവിടെ ഇരുത്തിയിട്ട് ശരിയല്ലല്ലോ അവനെ. അപ്പോൾ ഞാൻ കുറച്ച് നേരമൊക്കെ നോക്കി, ഞാൻ താഴെയൊക്കെ ഒന്നിരുന്ന് നോക്കിയിട്ടാണ്. പക്ഷേ എനിക്ക് ഇന്നലെ ഒന്നിനും പറ്റിയില്ല കേട്ടോ. ഞങ്ങളല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ താഴെ ഇരിക്കാറുണ്ട്. ഒന്ന് നാമയിലും എന്തെങ്കിലും രണ്ടുപേരെങ്കിലും ചൊല്ലാറുണ്ടെന്ന് വേണം പറയാനായിട്ട്. ഞങ്ങൾക്ക് അങ്ങനെ ഇരിക്കാൻ അങ്ങനെ പറ്റാറില്ല. നാമത്തിക്കാനൊന്നും നമ്മൾ വിളക്ക് വയ്ക്കും, മനസ്സിൽ പിന്നെ വിചാരിക്കും. പിന്നെ വല്ലപ്പോഴൊക്കെ ആയിരിക്കും ഒന്ന് അമ്പലത്തിലായാലും ഒന്ന് പോണത് കേട്ടോ. പോണ സമയത്ത് നമുക്കൊന്ന് നല്ല രീതിയിൽ പ്രാർത്ഥിച്ചിട്ടൊക്കെ പോരും. അല്ലാണ്ട് നമുക്ക് എന്നും പോകാനോ ഒന്നിനും പറ്റണില്ല. പിന്നെ നമ്മളെ ഭഗവാൻ തന്നെ കാണുന്നുണ്ടല്ലോ, അങ്ങനെയുള്ളൊരു വിശ്വാസമാണ്. പിന്നെ ഞാൻ സുടുമോനെ പിന്നെ അവിടെ അധികം നേരം ഇരുത്താനായിട്ടൊന്നും നോക്കിയില്ല കേട്ടോ. അപ്പോഴത്തേനും സുടുമോന് പിന്നെ അച്ചാച്ചൻ TV വെച്ചപ്പോൾ അച്ചാച്ചൻ്റെ മടിയിൽ കുറച്ച് നേരമൊക്കെ ഒന്നിരുന്നു, TV ഒക്കെ കണ്ട്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ചോറ് കൊടുക്കാനുള്ള നേരമായി കേട്ടോ. അപ്പോൾ ഞാൻ മിക്സിലടിച്ച് ഞാൻ ചോറ് ഒരു സുടുമോനെ ഒരു പ്ലേറ്റിൽ എടുത്തിട്ടുണ്ടായി, എനിക്കും ഒരു പ്ലേറ്റിൽ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കഴിക്കണ പോലെ കാണിച്ച് കഴിഞ്ഞ് സുടുമോൻ കഴിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ പറ്റിപ്പൊക്കെ കാണിച്ചിട്ടാണ് ഞാൻ അവനിടയ്ക്ക് ഭക്ഷണം കൊടുക്കണത് കേട്ടോ. അപ്പോൾ ഇന്നലെ എനിക്കിപ്പോൾ അത്ര അങ്ങോട്ട് ബുദ്ധിമുട്ടേണ്ടി വന്നില്ല. എന്നാലും ഇന്നലെ അവൻ വേഗം വായ തുറന്നു കേട്ടോ. അല്ലെങ്കിൽ അവൻ അങ്ങനെ ഫിക്സുള്ള ദിവസങ്ങളിൽ അങ്ങനെ വായ തുറക്കാനും കുറച്ചൊക്കെ ബുദ്ധിമുട്ടാണ്. പിന്നെ ഇരുന്ന് കൊടുക്കാനും ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാനും ചോറൊക്കെ എടുത്തുകൊണ്ട് സാമ്പാറും പപ്പടം പയറുപ്പേരും ഇതൊക്കെ ഉണ്ടായിട്ട് ഇതൊക്കെയാണ് അവന് ഭയങ്കര ഇഷ്ടം കേട്ടോ. പിന്നെ ഞാൻ വോയിസ് ഓവർ ചെയ്യുമ്പോൾ സുടുമോൻ്റെ സൗണ്ട് കുറച്ചുണ്ട്, ഡിസ്റ്റർബൻസ് ഉണ്ടാവാമോ. അപ്പോൾ സുടുമോൻ്റെ സൗണ്ടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് കുറച്ച് പാത്രങ്ങൾ ഇതൊക്കെ കഴുകാനുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പാത്രങ്ങൾ അപ്പോൾ സുടുമോൻ ചോറൊക്കെ കൊണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ മേത്തും ട്രൗസറും എല്ലാം അവിടെ ആയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ വേഗം മാറ്റി സുടുമോനപ്പോൾ അമ്മാമ്മേരുടെ അടുത്ത് കിടത്തിയിട്ട് സുടുമോനപ്പോൾ അമ്മാമ്മേരുടെ അടുത്ത് ഇരിക്കുന്നുണ്ട്. TV കണ്ട് ടോപ്പ് സിംഗറൊക്കെ കണ്ടിരിക്കുകയാണ് കേട്ടോ സുടുക്കുട്ടെ. നമ്മുടെ സുടുമോൻ ടോപ്പ് സിംഗറൊക്കെ കാണാനായിട്ട് നല്ല മിടുക്കനായിട്ടിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ എനിക്ക് കുറച്ച് പാത്രങ്ങളുണ്ടായിരുന്നു കേട്ടോ. സുടുമോൻ അങ്ങനെ മിക്സിയിലടിച്ച ജാറും പിന്നെ കുറച്ച് പാത്രങ്ങളും അവൻ ചോറിൻ്റെ പ്ലേറ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ കുറച്ച് പാത്രങ്ങൾ ഇതൊക്കെ കഴുകി വെച്ചതിന് ശേഷം കേട്ടോ രാത്രി ഞങ്ങൾ കിടക്കാറുള്ളൂ. പിന്നെ പാത്രങ്ങൾ അപ്പോൾ പിന്നെ നേരം വെളുത്തിട്ട് കഴുകേണ്ട ആവശ്യം വരാറില്ലല്ലോ. നമ്മുടെ സുടുമോൻ്റെ സൗണ്ടൊക്കെ ഉണ്ട് കേട്ടോ. എനിക്ക് വോയിസ് ഓവർ അങ്ങനെ ചെയ്യാനായിട്ട് എനിക്ക് വേറെ സമയം എനിക്ക് കിട്ടിയിരുന്നില്ല. അതാണ് നിങ്ങൾക്ക് ഡിസ്റ്റർബൻസ് ആവുന്നുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞോളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ പാത്രങ്ങൾ ഇതൊക്കെ കഴുകി പിന്നെ ഞാൻ കിച്ചണിൽ നിന്ന് ഞാൻ പിന്നെ പോന്നു കേട്ടോ. പിന്നെ സുടുമോന് വേറൊന്നും രാത്രി ചോറ് കൊണ്ട് കഴിഞ്ഞ് പിന്നെ വേറൊന്നും അങ്ങനെ അവൻ കഴിക്കാറില്ല കേട്ടോ. പിന്നെ അവന് രാത്രി ചില ദിവസം ഒന്നും ഉറക്കമുണ്ടാവാറില്ല കേട്ടോ. അങ്ങനെ കൂടുതൽ ഇങ്ങനെ ഉറക്കൊളിക്കാണ്ട് ഇങ്ങനെ ഉറങ്ങാണ്ട് കാണാണ്ടാകുമ്പോൾ എന്തെങ്കിലും മൂസാമ്പിയോ എന്തെങ്കിലും ജ്യൂസ് അടിച്ച് അങ്ങനെ കൊടുക്കും കേട്ടോ രാത്രി. അപ്പോൾ അതും ചിലപ്പോൾ അവൻ കുടിക്കാറുണ്ട്. ചില ദിവസം ഒന്നും കഴിക്കാറില്ല കേട്ടോ. ചില ദിവസം ഭയങ്കര ചോറ് കൊണ്ട് കഴിഞ്ഞ് പിന്നെ ഒരു ഉറക്കൊളിച്ച് ഇങ്ങനെ തന്നെ ഇരിക്കുക. അവൻ കൈയും കാലൊക്കെ പൊക്കി ഭയങ്കര കളിയും കാര്യങ്ങളും തന്നെയായിരിക്കും കേട്ടോ. ഇപ്പോൾ വലുതായി പിന്നെ അങ്ങനെ അധികം കരച്ചിലില്ല കേട്ടോ. മുമ്പ് കുഞ്ഞിലെ ഭയങ്കര കരച്ചിലായിരിക്കും രാത്രിയൊക്കെ. നമുക്ക് എന്തിനാന്ന് പോലും ഒന്നും അറിയില്ല കേട്ടോ. ഇപ്പം പിന്നെ ഇങ്ങനെ കരഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അവൻ പെട്ടെന്ന് ഇങ്ങനെ നിർത്തും കേട്ടോ. ചിലപ്പോൾ കുഞ്ഞിലൊന്നും കരച്ചിൽ വന്നു കഴിഞ്ഞാൽ നിർത്തില്ല കേട്ടോ. അങ്ങോട്ട് പേടിച്ചിട്ടുണ്ട് ഞങ്ങൾ എന്താണ്. ഇപ്പം പിന്നെ അങ്ങനത്തെ പ്രശ്നമില്ല കേട്ടോ. പിന്നെ ഞാനും ടോപ്പ് സിംഗർ കാണാനായിട്ട് സുടുമോൻ്റെ അടുത്തേക്ക് തന്നെ പോകുന്നു കേട്ടോ. പിന്നെ കുറേ നേരം ഞങ്ങൾ TV ഒക്കെ കണ്ട് കുറേ നേരം ഇരിക്കും കേട്ടോ. കുറച്ച് നേരം ആ ചോറുണ്ടൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ സുടുമോൻ പിന്നെ പായയിൽ അവിടെ ഇട്ടിരുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അവിടെ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ നേരം ഇരിക്കും കേട്ടോ അവൻ.
നമ്മുടെ സുടുമോൻ ഇവിടെ കിടന്ന് കളിക്കണമൊക്കെ ഉണ്ട് കേട്ടോ. ആ സമയത്തൊക്കെയാണ് ഞാനൊന്ന് വോയിസ് ഓവർ ചെയ്യണത്. ഉറങ്ങണ സമയത്ത് എനിക്ക് അവൻ്റെ അടുത്തിരുന്ന് ചെയ്യാനായിട്ട് ചിലപ്പോൾ പറ്റിയെന്ന് വരാറില്ല. ഞാൻ വോയിസ് ഓവർ കൊടുക്കാതിരിക്കുമ്പോഴേക്കും സുടുമോൻ ചിലപ്പോൾ എണീറ്റിരിക്കുന്നുണ്ടാവും. അത് കാരണം കൊണ്ട് എനിക്ക് അങ്ങനെ സാധിക്കാറില്ല കേട്ടോ. അപ്പോൾ എനിക്കതാണ് ഈ നേരം ഞാൻ കുറച്ച് എടുക്കണത് കേട്ടോ. പിന്നെ ഞാൻ സുടുമോനെ ഉറക്കാനായിട്ട് കൊണ്ടുവന്നു. ഞാൻ വിചാരിച്ചു സുടുമോനൊന്ന് വേഗം ഉറങ്ങുമെന്ന് വിചാരിച്ചിട്ടോ. എനിക്ക് ഉറക്കം വന്നു തുടങ്ങി. സുടുമോൻ കാലും കൈയൊക്കെ മേത്തേക്കൊക്കെ ഇട്ട് സുടുമോൻ കിടക്കുമ്പോൾ കുറച്ച് നേരമൊക്കെ കഴിയും കേട്ടോ. ചില ദിവസം ഉറങ്ങാറില്ല. ഞങ്ങൾ ഉറക്കൊളിച്ച് തന്നെ ഇരിക്കേണ്ടി വരും സുടുമോനെ നോക്കി. ഇപ്പോൾ ഇതേ നമ്മുടെ സുടുമോൻ്റെ ഒച്ച കൂടി ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഡിസ്റ്റർബൻസ് ആവുന്നുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ എനിക്ക് ചെയ്യാനായിട്ട് വേറൊരു നേരമില്ലാത്ത കാരണം കൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടമാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനലപ്പോൾ ഒന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്തോളൂ കേട്ടോ. ദേ കണ്ട നമ്മുടെ സുടുമോൻ ഒച്ചെടുത്തോണ്ടിരിക്കുക. ഞാൻ പറയുന്നുണ്ട് അവൻ്റെ അടുത്തൊന്നും മിണ്ടാണ്ട് നിൽക്കട സുടുമോൻ ആര് കേൾക്കണ് അല്ലേ? സുടുവൊന്നും മിണ്ടാണ്ട് കേട്ടാ. അമ്മ ഇതിൽ വോയിസ് ഓവർ കൊടുക്കല്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തോളൂ നമ്മുടെ